വിശദമായ വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാത്തിരിക്കുന്ന ചോദ്യമാണത്. പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ ഉണ്ട് എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന സൂചന. പാലക്കാട് ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. MLAയുടെ ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ളാറ്റിന് മുന്നിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം മൊബൈൽ ഫോൺ ഓണായിരുന്നു, പിന്നാലെ ഓഫായി. അതേസമയം രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റ് ഫസലും പാലക്കാട് ഉണ്ട്. ഫസലിന്റെ ഫോൺ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാവിലെ മുതൽ ഫസലും ഡ്രൈവറും MLA ഓഫീസിലെത്തി. വിശദാംശങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുകയാണ്. ശിവദാസ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യം പോലീസിന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല. പാലക്കാട് രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള സൂചനകൾ തന്നെയാണോ ലഭ്യമാകുന്നത്? സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് നൽകണില്ലെങ്കിൽ പോലും പാലക്കാടുള്ള രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സൂചനകൾ. കാരണം പാലക്കാട് നിന്നും വിട്ടുകഴിഞ്ഞാൽ അത് ജാമ്യാപേക്ഷയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പാലക്കാടുള്ള രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ രാഹുൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ വക്കീലുമായി സംസാരിച്ചിരുന്നു. പാലക്കാട് നിന്നും വിട്ടുകഴിഞ്ഞാൽ അത് ജാമ്യ അപേക്ഷയെ ബാധിക്കും. നിലവിൽ തിരുവനന്തപുരത്ത് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ജാമ്യാപേക്ഷ ഹർജി പരിഗണിക്കുക തിങ്കളാഴ്ചയാണ്. എന്തായാലും രാഹുൽ ഇപ്പോൾ ഇവിടെ രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ പാലക്കാട് രാഹുലിന്റെ ഫ്ളാറ്റിന് മുൻപിൽ അദ്ദേഹത്തിന്റെ വണ്ടി ഉണ്ട്. അതായത് MLA ബോർഡ് വെച്ച രാഹുലിന്റെ വണ്ടി പാലക്കാട് അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റിന് മുൻപിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ ഡ്രൈവറും പേഴ്സണൽ അസിസ്റ്റന്റും അടക്കമുള്ളവർ ഇപ്പോൾ രാഹുലിന്റെ MLA ഓഫീസിൽ എത്തിയിട്ടുണ്ട്. രാവിലെ അവർ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ ഫസലിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ഇന്ന് രാവിലെയാണ് അദ്ദേഹം പാലക്കാടുള്ള MLA ഓഫീസിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ പോലീസിന് എന്തായാലും ഇതുവരെ ശിവദാസ്, ഈ ഫസലും ഡ്രൈവറും MLA ഓഫീസിൽ എത്തിയിട്ടും ഇവരെ ചോദ്യം ചെയ്യാനോ മറ്റ് നടപടികളിലേക്ക് കിടക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല. സ്വാഭാവികമായും ഇവർക്കറിയില്ലേ, അത്തരത്തിലുള്ള സംശയം ഉണ്ടാകില്ലേ സ്വാഭാവികമായും രാഹുൽ എവിടെയെന്ന്? അതുകൊണ്ട് തന്നെ രഹസ്യ കേന്ദ്രം എവിടെയായി കഴിഞ്ഞാലും അത് കണ്ടെത്താൻ കഴിയാത്തവരാണോ കേരള പോലീസ്? അതായത് ചില സംശയങ്ങൾ ഉരിയാണ്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെ രാഹുലിന് സംരക്ഷണമൊരുക്കുക, ആ രീതിയിൽ ആഭ്യന്തര വകുപ്പ് വലിയ രീതിയിൽ തന്ത്രം മെനയുന്നു എന്നുള്ള വിമർശനം സാധൂകരിക്കപ്പെടുകയാണോ? തന്നെ വേണം KP അനുമാനിക്കാൻ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സമയത്ത് രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു, പിന്നീട് സ്വിച്ച് ഓഫ് ആക്കുകയായിരുന്നു. അതായത് സൈബർ സെല്ലിനടക്കം ഇത് കൃത്യമായി പരിശോധിച്ചാൽ രാഹുലിന്റെ ഫോൺ എവിടെ നിന്നാണ് സ്വിച്ച് ഓൺ ആയത് എന്നുള്ള കാര്യമെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടും സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു അന്വേഷണം ഇല്ല. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും കൃത്യമായ ചില സൂചനകൾ അടക്കം ലഭിച്ചിട്ടും പോലീസിന് രാഹുലിനെ പിടികൂടാൻ കഴിയുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അടക്കം കൃത്യമായ തെളിവുകൾ അടക്കമാണ് ഈ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും നടക്കുന്നില്ല. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും രാഹുലിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും ദിവസം ശിവദാസ്, ഈ പരാതി നൽകിയിട്ടും രാഹുൽ പാലക്കാട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. എത്രത്തോളം പരിശോധനകൾ നടക്കുന്നുണ്ട്? പോലീസിന്റെ പരിശോധന ഏത് രീതിയിൽ നടക്കുന്നു എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതായത് ചില കേന്ദ്രങ്ങളിലൊക്കെ എത്തി രാഹുലിന്റെ അടുപ്പക്കാരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ മൊഴി അടക്കം എടുക്കുന്നുണ്ട് പോലീസ്. പക്ഷേ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇപ്പോൾ എവിടെ ആണ് എന്നുള്ള കാര്യത്തിൽ ഇവരിൽ നിന്നും കൃത്യമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളോ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈബർ
സൈബർ സെൽ അടക്കമുള്ള മറ്റ് വിങ്ങുകളുടെ ഭാഗത്തു നിന്നും ഉള്ള അന്വേഷണവും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ രാഹുലിന്റെ അടുപ്പക്കാരൊക്കെ പല ആളുകളും ഇപ്പോൾ പാലക്കാട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിന്റെ ഡ്രൈവർ പാലക്കാട് MLA ഓഫീസിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പേഴ്സണൽ അസിസ്റ്റന്റ് പാലക്കാട് തന്നെ ഉണ്ട്, MLA ഓഫീസിൽ എത്തിയിരുന്നു. ഇങ്ങനെയുള്ള അടുപ്പക്കാരും ഏറ്റവും അടുത്ത അനുയായികളും ആളുകളും ഒക്കെ തന്നെ പാലക്കാട് തന്നെ ഉണ്ട്. പക്ഷേ ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല. പ്രാഥമികമായി ചില ആളുകളെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നും മൊഴികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാര്യക്ഷമമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ നടക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ പോലീസിന് ഈ രാഹുൽ ഇപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള ഒരു ഇടപെടലും ഇല്ല. നമുക്ക് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ രാഹുലിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തിങ്കളാഴ്ച രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും. അതിനുശേഷം മറ്റ് കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് കേരള പോലീസിന്റെ ഉത്തരമില്ല. എങ്കിലും ഉത്തരം അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ്. തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ രാഹുലിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള ഒരു നീക്കുപോക്ക് തന്നെയാണോ കേരള പോലീസ് സ്വീകരിക്കുന്നത്? കാരണം കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന സമീപനം തന്നെയാണ് കേരള പോലീസും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്. അത് സാധൂകരിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. ശിവദാസ് കലമനമാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.